ബഹുമാനപ്പെട്ട പ്രിയ സുഹൃത്തുക്കളെ, എന്തൊരു നന്മ നമുക്ക് ലഭിച്ചാലും ആ നന്മ എൻ്റെ കൂടെയുള്ളവർക്കും എനിക്ക് വേണ്ടപ്പെട്ടവർക്കും അതേ നന്മ ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നാം. കാരണം എനിക്ക് ലഭിച്ച അതേ നന്മ എൻ്റെ സുഹൃത്തിനും എൻ്റെ കൂടെയുള്ളവർക്കും എൻ്റെ ബന്ധുമിത്രാദികൾക്കും എൻ്റെ അയൽക്കാർക്കും ആ നന്മ ലഭിക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നെങ്കിൽ ഭൂമിയിലുള്ള ജീവിതത്തിൽ ഒരാൾക്കൊരു പ്രയാസം ബാധിച്ചാൽ അവർക്ക് ആ പ്രയാസം മാറ്റാൻ നമ്മളോട് കഴിയുന്ന നമ്മുടെ ശക്തിക്കും നമ്മുടെ കഴിവിനും അനുസരിച്ച് എന്തെല്ലാം ചെയ്യാൻ കഴിയുന്ന ഒരു പ്രവർത്തനങ്ങളുണ്ടോ അതെല്ലാം നാം ചെയ്യും. എന്തുകൊണ്ടാണ്? അവർക്ക് ആ പ്രയാസം മാറിക്കിട്ടട്ടെ എന്ന് ഒരു ഗുണകാംക്ഷ കൊണ്ടാണ് നമ്മൾ ആ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. ഉദാഹരണത്തിന്, നമ്മുടെ മുന്നിൽ ഒരാൾ വലിയൊരു ആപത്തിലേക്ക് അദ്ദേഹം പോവുകയാണ് എന്നിരിക്കട്ടെ. നമുക്കും അറിയാം അദ്ദേഹം സഞ്ചരിക്കുന്ന മാർഗം, അദ്ദേഹം പോകുന്ന വഴി വലിയൊരു വിപത്ത് നിറഞ്ഞിരിക്കുന്ന വഴിയാണ് എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അദ്ദേഹത്തോട് പറയും, നമുക്ക് വേണ്ടപ്പെട്ടവരാണെങ്കിൽ തീർച്ചയായും നാം പറയും, നിങ്ങൾ ആ വഴിയിലൂടെ യാത്ര ചെയ്യരുത് കേട്ടോ, അവിടെ വലിയൊരു വിപത്തുണ്ട് കേട്ടോ എന്ന് പറയും. ഒരു കണ്ണ് കാണാത്ത വ്യക്തി നമ്മുടെ മുന്നിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആ മുന്നിൽ വലിയൊരു കിണർ ഉണ്ടെന്ന് വിചാരിച്ചോട്ടെ, അദ്ദേഹം ആ കിണറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നാം പറയും, സുഹൃത്തെ, അവിടെ ഒരു കിണറുണ്ട് കേട്ടോ, നിങ്ങൾ അതിലേക്ക് പോകരുത് കേട്ടോ എന്ന് പറയും. കാരണം എന്താണ്? അദ്ദേഹത്തിന് ഒന്നും പറ്റരുത് എന്നൊരു ഗുണകാംക്ഷ കൊണ്ടാണ് നാം അത് പറയുന്നത്. ഇതുപോലൊരു ഗുണകാംക്ഷയായിക്കൊണ്ട് ഇതുപോലൊരു വലിയൊരു ആപത്തിൽ തൊട്ട് താക്കീത് ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. സുഹൃത്തുക്കളെ, മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ പുറകിൽ മഹത്തരമായ ലക്ഷ്യമടങ്ങിയിരിക്കുന്നു. വെറുതെ ജീവിച്ച് മരിച്ച് അങ്ങനെ കഴിയേണ്ടവരല്ല, മരിച്ചു പോകേണ്ടവരല്ല. നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ അടങ്ങിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് കണ്ടെത്താൻ നമ്മുടെ ഓരോ മനുഷ്യരുടെയും ബാധ്യതയാണ്. കാരണം നമ്മൾക്കെല്ലാവർക്കും ഓരോ ആൾക്കാരോട് അല്ലെങ്കിൽ ഓരോ വ്യക്തികളോട് ഭൂമിയിൽ ബാധ്യത ഉള്ളതുപോലെ തന്നെ നമ്മെ സൃഷ്ടിച്ച സൃഷ്ടാവിനോടുള്ള ഏറ്റവും വലിയ ബാധ്യതയാണ് ആ സൃഷ്ടാവിനെ കണ്ടെത്തി അവനനുസരിച്ച് അവൻ ഇബാദത്ത് ചെയ്ത് അവൻ ആരാധിച്ചുകൊണ്ട് ജീവിക്കുക എന്നത്. നമ്മളെല്ലാം വിശ്വാസികളാണ്, ഒരു തരത്തിലെങ്കിൽ മറ്റൊരു തരത്തിൽ. നമ്മൾ എങ്ങനെയാണ് വിശ്വാസികളായത് എന്ന ചോദ്യത്തിന് നമുക്ക് ഓരോരുത്തർക്കും പറയേണ്ട ഉത്തരം, ഉദാഹരണത്തിന്, ഹോസ്പിറ്റലിൽ ഒരു കുട്ടി ജനിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു കുട്ടി ഭൂമിയിൽ ജനിക്കുകയാണ്. ആ കുട്ടി ജനിച്ചാൽ ആ കുട്ടിയെ പുറത്ത് നിൽക്കുന്ന മാതാപിതാക്കളിലേക്ക് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ മാതാപിതാക്കൾ ഏതൊരു ആശയത്തിൽ ഏതൊരു വിശ്വാസത്തിലാണോ അവർ ജീവിക്കുന്നത് ആ വിശ്വാസമാണ് അവർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്, അല്ലേ? അപ്പം നമ്മളെല്ലാം എന്തിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് വിശ്വാസങ്ങൾ മനസ്സിലാക്കിയെന്ന് ചോദിച്ചാൽ നമ്മുടെ മാതാപിതാക്കളിൽ നിന്നും പകർന്നു കിട്ടിയ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മനസ്സിലാക്കിയത്, ദൈവത്തെ മനസ്സിലാക്കിയത്. നമ്മൾ മനസ്സിലാക്കിയ വിശ്വാസം ആധികാരികമാണോ, തെളിവുകളുടെ അടിസ്ഥാനത്തിലാണോ, എന്താണ് വിശ്വാസം എന്നത് ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതും പഠിച്ചിരിക്കേണ്ടതും അനിവാര്യമാണ്. നോക്കൂ സുഹൃത്തുക്കളെ, ലോകത്ത് എത്രയോ കോടി മനുഷ്യർ ജീവിക്കുന്നു. എല്ലാ മനുഷ്യനെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ഒരേ പ്രകൃതത്തിലാണ്. എല്ലാ മനുഷ്യനെയും ഒരേ പ്രകൃതത്തിൽ സൃഷ്ടിച്ചിരിക്കെ എല്ലാ മനുഷ്യനെയും ഒരേ പ്രകൃതത്തിൽ സൃഷ്ടിച്ച ആ ദൈവം ഒരുവനായതുകൊണ്ടല്ലേ എല്ലാ മനുഷ്യനും ഒരേ പ്രകൃതത്തിൽ ശരീരഘടനകൾ കൊണ്ട് എല്ലാം ഒരേപോലെ സൃഷ്ടിച്ചിരിക്കുന്നത്. ലോകത്ത് പല രാജ്യക്കാരുണ്ട്, പല ഗോത്രക്കാരുണ്ട്, പല വിഭാഗങ്ങളുണ്ട്. പക്ഷെ അവരെല്ലാം ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ഒരേ പ്രകൃതത്തിലാണ്. മനുഷ്യ ശരീരത്തിൻ്റെ അവയവങ്ങളെല്ലാം ഒരൊറ്റ രീതിയാണ്. ഒരു വിഭാഗത്തിന്
ഒരു അവർ തിരിച്ചറിയപ്പെടാൻ വേണ്ടി ഒരു കൊമ്പ് കൊണ്ടോ ഒരാൾക്ക് വാല് കൊണ്ടോ അങ്ങനെ ദൈവം സൃഷ്ടിച്ചിട്ടില്ല. ഇത് ഉദാഹരണമാണ് എന്താണ് ദൈവം ഒരുവനാണെന്നുള്ളത്. പിന്നെയോ എല്ലാ മനുഷ്യർക്കും ഒരേ ആകാശം അല്ലേ? നമുക്കെല്ലാ മനുഷ്യർക്കും ഒരു ആകാശമാണ്. ആ ആകാശത്തിൽ നിന്ന് വരുന്ന ആ ആകാശങ്ങൾ നമ്മൾ കാണുന്നു, ആകാശത്തിൽ വായുകൾ ശ്വസിക്കുന്നു, ഇതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ദൈവം ഒരുവനായതുകൊണ്ട് മാത്രമാണ് നമുക്ക് സാധ്യമാകുന്നത്. മാത്രമല്ല, ഒരാൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിപ്പെടാൻ ഏകനായ ദൈവം ഒരുവനായാൽ മാത്രമേ അത് സാധ്യമാവൂ. ഒരു ബസ്സിൽ നമ്മൾ യാത്ര ചെയ്യാൻ കയറി എന്നിരിക്കട്ടെ. ആ ബസ്സിൽ ഒന്നിൽ കൂടുതൽ ഡ്രൈവർമാരുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിൽ എത്താൻ കഴിയുമോ? ഇല്ല. എന്നതുപോലെ തന്നെ ലോകങ്ങളെ സൃഷ്ടിച്ച സകല മനുഷ്യനെയും സൃഷ്ടിച്ച ദൈവം ഒരുവനായതുകൊണ്ടാണ് നമ്മളെല്ലാവരെയും അവൻ ഒരുപോലെ സൃഷ്ടിച്ചതെന്നത് നമ്മുടെ സൃഷ്ടിപ്പിലുള്ള ഒരു ഉദാഹരണമാണ്. കാരണം ദൈവം നമ്മളെ സൃഷ്ടിച്ചെങ്കിൽ ആ ദൈവത്തെക്കുറിച്ച് അറിയുകയും അവനെക്കുറിച്ച് പഠിക്കുകയും ചെയ്തത് അനിവാര്യമാണ്. നമ്മൾ നമ്മുടെ ജനിച്ച വീണ ആശയത്തിൽ, ആദർശത്തിൽ, വിശ്വാസത്തിൽ നമ്മുടെ അച്ഛനും അമ്മയും ഇനി മാതാപിതാക്കളും പകർന്നു കിട്ടിയ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അങ്ങനെ ഫോളോ ചെയ്തു വരുന്നു. നമ്മൾക്ക് ഒരു വിഷയം ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തെറ്റുപറ്റി എന്നിരുന്നാൽ നമ്മൾ ചെയ്യും, അത് തിരുത്തി അതിൻ്റെ യഥാർത്ഥ വശം, സത്യത്തിൻ്റെ വശം പഠിക്കുകയും അതിലേക്ക് തിരികുകയും ചെയ്യും. നമ്മളൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുകയാണെന്നിരിക്കട്ടെ, ആ ബസ്സിൽ കയറിക്കൊണ്ട് നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് പോകാൻ വേണ്ടി ആ ബസ്സിലെ ഡ്രൈവറോട് അല്ലെങ്കിൽ കണ്ടക്ടറോട് ഇന്ന സ്ഥലത്തേക്ക് എനിക്ക് പോകണമെന്ന് നമ്മൾ പറയുകയാണ്. അദ്ദേഹം പറയും, ഇത് അവിടേക്ക് പോകില്ലാട്ടോ, ഈ ബസ് അങ്ങോട്ട് പോകില്ലാട്ടോ എന്ന് പറഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും? ആ ബസ്സിലേക്ക് ഇറങ്ങി നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്ക് കയറും. അതുപോലെ സുഹൃത്തുക്കളെ, നമ്മൾ യഥാർത്ഥ ലക്ഷ്യസ്ഥാനത്ത് എത്തേണ്ടതുണ്ട്. എന്താണ് നമ്മുടെ ലക്ഷ്യസ്ഥാനം? അണ്ടഘടാഹങ്ങളെ, സകല ഭൂമികളെയും സൃഷ്ടിച്ച, സകല ജീവജാലങ്ങളെയും സൃഷ്ടിച്ച ആ സൃഷ്ടാവിനെ കണ്ടെത്തുക എന്നതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. ആ സൃഷ്ടാവ് ആരാണെന്നും ആ സൃഷ്ടാവിൻ്റെ അധ്യാപനങ്ങളിലൂടെ നമ്മുടെ ജീവിതം നവീകരിച്ചുകൊണ്ട് യഥാർത്ഥ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തുക എന്നതാണ് നമ്മൾ ഓരോരുത്തരും ബാധ്യത. ജീവജാലകങ്ങളിൽ നിന്നും മനുഷ്യനെ ദൈവം പ്രത്യേകമാക്കുന്നത് മനുഷ്യന് ചിന്തിക്കാനുള്ള ബുദ്ധി നൽകി എന്നതാണ്. അവൻ ചിന്തിക്കാൻ പ്രാപ്തനാണ്. ജീവജാലങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ എങ്ങനെ ജീവിക്കണമെന്നും അവർ എങ്ങനെ ഇരതേടണമെന്നും അവരുടെ ജനിതക കോഡിൽ അവർ ജനിക്കുമ്പോൾ തന്നെ ദൈവം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ചെറിയൊരു അണ്ണാൻകുഞ്ഞ് അതിനെ മരത്തിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അത് മരം കയറിപ്പോകും. ആരാണ് അതിന് മരം കയറാൻ പഠിപ്പിച്ചത്? ചെറിയൊരു കോഴിക്കുഞ്ഞ്, ചെറിയൊരു താറാക്കോഴിയുടെ കുഞ്ഞ്, അത് രണ്ടും കൂടി നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ടാൽ താറാക്കോഴിയുടെ കുഞ്ഞ് നീന്തിപ്പോവും വെള്ളത്തിലേക്ക്. ആരാണ് അതിന് നീന്തൽ പഠിപ്പിച്ചു കൊടുത്തത്? അവനാണ്. അതുപോലെ നമ്മൾ പറയാനുള്ളത്, ഈ സകല ജീവജാലങ്ങളെ സൃഷ്ടിക്കുകയും അതിനെ പരിചരിക്കുകയും ചെയ്തവൻ, മനുഷ്യനെ സൃഷ്ടിക്കുകയും ചെയ്തവനാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിനെ അറബിയിൽ വിളിക്കുന്ന പേരാണ് അള്ളാഹു എന്നത്. അവൻ ഒരു പ്രത്യേക മതക്കാരുടെയോ ഒരു പ്രത്യേക വിഭാഗക്കാരുടെയോ ദൈവമല്ല. നോക്കൂ സുഹൃത്തുക്കളെ, നമ്മൾ എന്ന വ്യക്തി ഒന്നുമില്ലാത്തൊരവസ്ഥയായിരുന്നു. നമ്മൾ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നും ഉണ്ടായവരാണ്. നമ്മളൊരു നാറുന്ന ഒരു ബീജഗണത്തിൽ നിന്നും നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് നമ്മൾ ഘടിപ്പിക്കുകയും അവിടെ നിന്ന് അള്ളാഹ് നമ്മളെ വളർത്തി വലുതാക്കുകയും നമുക്ക് ശരീരഘടനകൾ നൽകുകയും നമുക്കവിടെ നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നമുക്ക് വായു നൽകുകയും നമ്മുടെ ശരീരഘടനത്തിന് വേണ്ട എല്ലാ പോഷകങ്ങളും നൽകുകയും പിന്നീട് നമ്മളെ വളർത്തി വലുതാക്കുകയും ഭൂമിയിൽ കൊണ്ടുവരികയും ചെയ്തു. ഭൂമിയിൽ കൊണ്ടുവന്നുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരു അവസരം നൽകിയിരിക്കുകയാണ്. എന്തവസരമാണ്? ദൈവത്തെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാനുള്ള ഒരു അവസരം. അങ്ങനെ അല്ലാത്തൊരവസ്ഥയിലാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നതെങ്കിൽ നമ്മൾ നഷ്ടക്കാരിലാണ്. ഞാൻ പറയാനുള്ള വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകത്ത് എല്ലാ മനുഷ്യരെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന മനുഷ്യനെ സൃഷ്ടിച്ച ആ ദൈവമാണ് അള്ളാഹു എന്നത്. അവൻ എല്ലാ മനുഷ്യരുടെയും ദൈവമാണ്. അവനെക്കുറിച്ച് അറിയുക, അവനെക്കുറിച്ച് പഠിക്കുക എന്നത് നമ്മുടെ മേൽ നിർബന്ധ ബാധ്യതയാണ്. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം. ആ ലക്ഷ്യത്തെക്കുറിച്ച് നിങ്ങൾ കണ്ടെത്തുക. നോക്കൂ,
നമ്മെ സൃഷ്ടിച്ചവരെ നമ്മൾ ആരാധിക്കാതെ, നമ്മളെ സൃഷ്ടിക്കാത്തവരോട് നമ്മൾ ആരാധിക്കാൻ നമുക്ക് എങ്ങനെയാണ് കഴിയുക? ഒരു ഒരു സാമാന്യമായ ഒരു ബുദ്ധി ഉള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് എല്ലാ അനുഗ്രഹവും അവന് എല്ലാ ഉപകാരവും ചെയ്ത ഒരു വ്യക്തിയോടുള്ള അവൻ്റെ സ്നേഹവും അവൻ്റെ പ്രവർത്തനവും അവന് ഒന്നും ചെയ്യാത്ത ഒരു പ്രവർത്തനവും ഇല്ലാത്തവനോടുള്ള സ്നേഹവും വ്യത്യാസമായിരിക്കുമല്ലോ. അങ്ങനെ ഇരിക്കെ നമ്മളെ ഈ ഭൂമിയിൽ കൊണ്ടുവരികയും നമുക്ക് സൃഷ്ടിച്ച് വളർത്തി വലുതാക്കി ഈ നിമിഷം വരെ നമുക്ക് അനുഗ്രഹം നൽകിയവനാണ് അവൻ. അവനെ അനുസരിച്ച് അവനെ കീഴ്പ്പെട്ട് അവനെ ആരാധിച്ച് ജീവിക്കാൻ നമ്മുടെ മേൽ ബാധ്യസ്ഥരാണ്. നമ്മെപ്പോലെ ഭൂമിയിൽ ജീവിക്കുകയും നമ്മെപ്പോലെ ഭൂമിയിൽ മരിക്കുകയും ചെയ്തവർ ഒരിക്കലും ദൈവമാവില്ലല്ലോ. ദൈവം എന്ന് പറഞ്ഞാൽ അവൻ ഒരുവനാണ്. ഖുൽഹു അല്ലാഹു അഹദ്, അവൻ ഒരുവനാണ്. അല്ലാഹു സമദ്, ലം യലിദ് വലം യുലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ദൈവം ഒരുവനാണ്. ദൈവത്തെപ്പോലെ ദൈവത്തിന് ഒരാളുടെയും ആശ്രയം ആവശ്യമില്ല. ദൈവത്തിന് ആരെയും ഒരാളെ ആശ്രയം ആവശ്യമുണ്ടോ? ഇല്ല. അവൻ ജനിച്ചിട്ടില്ല. അവനൊരു ഈ ഭൂമിയിലൊരു അവതാരമായിക്കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഭൂമിയിലൊരു മനുഷ്യരൂപത്തിലോ അവൻ ജനിച്ചിട്ടില്ല. അവൻ ആരെയും ജനിപ്പിച്ചിട്ടുമില്ല. ദൈവത്തിന് തുല്യമായിക്കൊണ്ട് ഈ ലോകത്ത് ആരുമില്ലതാണ്. ദൈവത്തിന് തുല്യമായിക്കൊണ്ട് ഈ ലോകത്ത് ഒരാളുമില്ലതാണ്. അതാണ് ദൈവം. നമ്മെപ്പോലെ ഭൂമിയിൽ ജനിക്കുകയും ഭൂമിയിൽ മരിക്കുകയും ചെയ്തവർ ഒരിക്കലും ദൈവമാകില്ലല്ലോ. സൃഷ്ടികളല്ല ദൈവം, സൃഷ്ടാവാണ് ദൈവം. സൃഷ്ടികളെന്ന് പറഞ്ഞാൽ അവർ പോരായ്മകളുള്ളവരും അവർ തന്നെ അവരുടെ കാര്യങ്ങൾ ദൈവത്തിലേക്ക് ആവശ്യപ്പെടുന്നവരുമാണ്. സൃഷ്ടികളെന്നാൽ അവർ സകല പോരായ്മകളുള്ളതും അവർ തന്നെ അവരുടെ കാര്യങ്ങൾ ദൈവത്തിലേക്ക് ആവശ്യപ്പെടുന്നവരുമാണ്. അവരെ സൃഷ്ടിച്ചവനാണ് ദൈവം. സൃഷ്ടികൾക്ക് ഉറക്കമുണ്ട്, മയക്കമുണ്ട്, മരണമുണ്ട്, ജീവിതമുണ്ട്. അവരുടെ ജീവിതത്തിൽ പല പ്രയാസങ്ങളും അവർ അനുഭവിച്ചിട്ടുണ്ട്. ദൈവത്തിനോ ഉറക്കമോ മയക്കമോ ഇല്ലാത്തവൻ, മരണമില്ലാത്തവൻ, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, അവനാണ് ദൈവം. അവനാണ് അല്ലാഹു. സൃഷ്ടിക്കപ്പെട്ടവർ, നമ്മെപ്പോലെ സൃഷ്ടിക്കപ്പെട്ടവർ അവർ മനുഷ്യർ മാത്രമാണ്. ഇനി നമ്മളെപ്പോലെ സൃഷ്ടിക്കപ്പെട്ട പല വസ്തുക്കളുമുണ്ട്. മരം ദൈവം സൃഷ്ടിച്ച ഒരു വസ്തുവാണ്. മരം ദൈവമാവുമോ? മരത്തെ സൃഷ്ടിച്ചവനാണ് ദൈവം. മല ദൈവമാവുമോ? മലയെ സൃഷ്ടിച്ചവനാണ് ദൈവം. കന്നുകാലികൾ, പശുക്കൾ, അത് ദൈവമാവുമോ? പശുവിനെയും കന്നുകാലികളെയും സൃഷ്ടിച്ചവനാണ് ദൈവം. സർപ്പങ്ങൾ ദൈവമാവുമോ? സർപ്പത്തെ സൃഷ്ടിച്ചവനാണ് ദൈവം. സൂര്യൻ ദൈവമാവുമോ? സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചവനാണ് ദൈവം. അതിനെല്ലാം സൃഷ്ടിച്ചവനാണ് ദൈവം. അവനാണ് സൃഷ്ടാവ്, അവനാണ് അല്ലാഹു. അത് ഒരു പ്രത്യേക വിഭാഗക്കാരുടെയോ ഒരു പ്രത്യേക ഗോത്രക്കാരുടെയോ ഒരു കമ്മ്യൂണിറ്റിയുടെ ദൈവമല്ല. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, എല്ലാ മനുഷ്യരുടെയും ദൈവമാണവൻ. എല്ലാ ജീവജാലങ്ങളുടെയും ദൈവമാണവൻ. ഈ അണ്ടഘടാഹങ്ങളെ അടക്കി ഭരിക്കുന്നവനാണവൻ. അവനാണ് നിങ്ങളുടെയും എൻ്റെയും എല്ലാ മനുഷ്യരുടെയും ദൈവം. നമ്മുടെ മുൻപ് ജീവിച്ചവരുടെയും ഇനി ജീവിക്കാൻ വരുന്നവരുടെയും എല്ലാവരുടെയും ദൈവം. അവനാണ് നമ്മുടെ ദൈവം. ആ ദൈവമാണ് അല്ലാഹു എന്നത്. അവനെക്കുറിച്ച് മനസ്സിലാക്കണേ, അവനെക്കുറിച്ച് അറിയണേ എന്നാണ് സ്നേഹത്തോട് നിങ്ങളോട് പറയാനുള്ളത്. അതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം സഹോദരങ്ങളെ. നമ്മുടെ ജീവിതത്തെ ലക്ഷ്യത്തെക്കുറിച്ച് നമ്മൾ അറിയാതെ ജീവിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ ദൈവത്തെക്കുറിച്ച് അറിയാതെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചാൽ നമ്മളൊക്കെ നഷ്ടക്കാരുണ്ട്. എന്തെല്ലാം ഭൂമിയിൽ പ്രവർത്തനങ്ങൾ ചെയ്ത് എന്തെല്ലാം കാര്യങ്ങളിലേക്ക് തിരിയുന്നവരാണ് നമ്മൾ. എന്തൊരു പുതിയ ഫെസിലിറ്റികളുള്ള വാഹനങ്ങൾ വന്നാൽ അതിൻ്റെ ഫെസിലിറ്റികളെക്കുറിച്ച് പഠിക്കാൻ തയ്യാറാകുന്നവരെ നമ്മൾ പുതിയ മൊബൈൽസ് എന്തെങ്കിലും വന്നാൽ അതിൻ്റെ ഫെസിലിറ്റികളെക്കുറിച്ച് നോക്കി അതിനെക്കുറിച്ച് ആരാഞ്ഞവരെ നമ്മൾ. അങ്ങനെ പല കാര്യങ്ങളും പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് തിരിക്കുന്ന നമ്മളുടെ ബുദ്ധി കൊണ്ട് നമ്മുടെ സൃഷ്ടിപ്പ് എന്താണ്, നമ്മുടെ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യം എന്താണ് എന്നതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കണേ സഹോദരങ്ങൾ. അത് ചിന്തിക്കാതെയാണ് നമ്മൾ ഭൂമിയിൽ മരണപ്പെടുന്നതെങ്കിൽ നമ്മൾ നഷ്ടക്കാരാണ്. കാരണം ഈ ജീവിത ലക്ഷ്യത്തിൽ ഒന്നാമത്തെ ലക്ഷ്യം അവൻ്റെ ജീവിത ലക്ഷ്യത്തിൽപ്പെട്ട ദൈവത്തെ കണ്ടെത്തിക്കൊണ്ട് അവനനുസരിച്ച് കൊണ്ട് അവൻ ജീവിക്കാതെ ഇരുന്നാൽ അവന് മരണമെന്ന സത്യം ഏത് നിമിഷവും മനുഷ്യന് വഴുതി നീങ്ങും. ആ മരണത്തിൽ അവൻ നഷ്ടക്കാരാവും. ഭൂമിയിൽ പണക്കാരനും ജീവിക്കുന്നു, പാവപ്പെട്ടവനും ജീവിക്കുന്നു. രണ്ടുപേരും മരിക്കുന്നുണ്ട്. മരണത്തോടുകൂടി എല്ലാം അവസാനിച്ചു എങ്കിൽ ആരാണ് അവർക്ക് നീതി നടപ്പിലാക്കുക? നല്ലവനും ജീവിക്കുന്നു, തിന്മകളിൽ അർമാദിച്ച് ചെയ്തവനും ജീവിക്കുന്നു. മരണത്തോടുകൂടി എല്ലാം അവസാനിച്ചു എങ്കിൽ ഈ രണ്ടുപേർക്കും ആരാണ് നീതി നടപ്പിലാക്കുക? രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെട്ട ഒരുത്തൻ ജീവിക്കുന്നു,
ആരോഗ്യവനായി ഒരുത്തൻ ജീവിക്കുന്നു, മരണത്തോടുകൂടി ജീവിതം അവസാനിച്ചുവെങ്കിൽ ആരാത് നീതി നടപ്പിലാക്കുക? നീതി നടപ്പിലാക്കുന്നൊരു ദിവസം വരുന്നുണ്ട് സുഹൃത്തുക്കളെ. നന്മയും തിന്മയും തുലാസിൽ തൂക്കപ്പെടുന്നൊരു ദിവസം വരാനുണ്ട്. ആ നന്മയിൽ ഏറ്റവും വലിയ നന്മയാണ് നമ്മളെ സൃഷ്ടിച്ച ആ സൃഷ്ടാവിനെക്കുറിച്ച് അറിയുക എന്നത്. അതാണ് ഏറ്റവും ഒന്നാമത്തെ വിഷയം. അതിൽ നമ്മൾ നഷ്ടക്കാരായി മാറിയാൽ, അതിൽ നമ്മൾ വഴിപിഴച്ചവരായി മാറിയാൽ നമ്മെക്കാളും നഷ്ടപ്പെട്ടവരില്ല. അതുകൊണ്ട് ആ നന്മയിലേക്ക് നമ്മൾക്ക് മരണം എത്തുന്നതിന് മുൻപ് ആ നന്മ എന്താണ്, നമ്മുടെ ജീവിത ലക്ഷ്യം എന്താണെന്ന് കണ്ടെത്തണേ എന്നാണ് വളരെ സ്നേഹത്തോടു കൂടി ഓരോരുത്തരും പറയാനുള്ളത്. ദൈവത്തെ യഥാവിധി കണ്ടെത്താനുള്ള ഒരു അവസ്ഥ, ഒരു മാർഗം, ഒരു വഴി നിങ്ങൾക്ക് ദൈവം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥനയോട് നിർത്തട്ടെ സ്നേഹത്തോടു കൂടി.